ഹലോ, ദർ ഈസ് എ റിമൈൻഡർ ഫോർ യു. എനിക്ക് പറയാറുള്ളത്, നിങ്ങൾ എത്രയൊക്കെ വയസ്സിലാണ് നിൽക്കുന്നതെങ്കിലും, ഏത് പ്രായത്തിലാണെങ്കിലും, ഏത് കോലത്തിലാണെങ്കിലും സ്റ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ചാൻസസ് ആർ ദർ. പഠിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്, പക്ഷെ അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ തമിഴ്നാടിൻ്റെ പൊളിറ്റിക്കൽ ലീഡറായിരുന്ന കരുണാനിധി അദ്ദേഹത്തിൻ്റെ 90s പോലും, അതായത് 90 വയസ്സിൽ പോലും ആളുടെ പഠിത്തം നിർത്തിയിരുന്നില്ല. കാരണം ഓരോ ദിവസവും നമുക്ക് പുതുതായിട്ട് പഠിച്ചുകൊണ്ടേയിരിക്കാനുണ്ട്. നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, +2 കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, ഈവൻ PhD പോലും കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ പഠനം അവിടെ അവസാനിക്കുന്നില്ല. നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ദുനിയാവിലല്ലേ ജീവിക്കണേ. ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായിക്കോട്ടെ, നിങ്ങളുടെ ഫാമിലിയിലായിക്കോട്ടെ, പാരൻറ്റിങ്ങിലായിക്കോട്ടെ, എവിടെയാണോ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്, നിങ്ങൾക്ക് എവിടെയാണോ ബെറ്റർ ആക്കണമെന്ന് തോന്നണത്, അതിനെ പറ്റിയൊക്കെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ആർ ദർ. ഓരോ നിമിഷവും പഠിക്കുമ്പോഴാണ് നിങ്ങൾ എത്രത്തോളം ഗ്രോ ആകുന്നുണ്ടെന്ന്, നിങ്ങളുടെ മൈൻഡ് സെറ്റ്, നിങ്ങളുടെ ലൈഫ് സ്റ്റൈല്, നിങ്ങളുടെ ഗ്രോത്ത് ഇവോൾവ് ആകുന്നുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മുന്നിലിരിക്കുന്ന ഒരാളോട് വളരെ പക്വതയോടെയും ഇൻ്റലിജൻ്റായിട്ടും ഒരു മറുപടി നമുക്ക് പറയണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കണം, അല്ലേ? അറ്റ്ലീസ്റ്റ് കമ്മ്യൂണിക്കേഷനിലെങ്കിലും. നോളജ് സീക്ക് ചെയ്യാൻ പോകുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് ഭൂമിയിൽ ഓരോ ഇലകൾ പോലും പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നത് നോളജിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൂടെ? സോ തിങ്ക് ഇറ്റ്. താങ്ക് യു.